ഒരു ഗുഡ് മോർണിംഗ് പറയാമോ എല്ലാവരോടും? ഇന്ന് മഴയായിരുന്നു കേട്ടോ, വിളിക്കാറായപ്പം മഴയൊക്കെ പെയ്തു. ഇപ്പോൾ ഒരു കിളി ഇവിടെ വന്നിട്ട് മഴ പെയ്യുമ്പോൾ ഇവിടെ മണ്ണിരകളെല്ലാം പൊങ്ങി വരുവേ. അപ്പം ഒരു കിളി അതിനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. എസ്കുട്ടി അതിനെ കാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിപ്പുണ്ട്. എസ്കുട്ടീനെ വൈപ്പയ്ക്കകത്തുനിന്ന് നമ്മൾ ഡയപ്പറിനകത്തുനിന്ന് പയ്യെ ഇറക്കാനുള്ള ശ്രമത്തിലാട്ടോ. അന്നേ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ പൊത്തയിൽ കാര്യങ്ങൾ സാധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം മമ്മ ഫുൾ ടൈം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പയ്യെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡയപ്പറിൽ നിന്ന് ഇറങ്ങാൻ. അമ്മയുടെ മോർണിംഗ് ഡ്രിങ്കാ. അമ്മയുടെ മോർണിംഗ് ഡ്രിങ്ക് കുഞ്ഞു കുടിക്കുവാണോ? ഓ, അത്ര നല്ല ഡ്രിങ്ക് അല്ല അല്ലേ? ലെമൺ ജ്യൂസ്. ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പോലെ ഉണ്ടല്ലോ. അത് കൊണ്ടുപോവാണോ? നല്ലതാണോ? ഓ സാധാരണ എസ്കുട്ടിയുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇപ്പോൾ മൂത്രം ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 to 4 hours എപ്പോൾ വേണേലും മൂത്രം ഒഴിക്കാം എന്നുള്ളതാണ്, വെള്ളമൊക്കെ കുടിക്കണേ അനുസരിച്ച്. അപ്പം ഞാൻ വിചാരിച്ച് പയ്യെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയ ഒരു സംഭവം കേട്ടോ. എന്താ അതിന് പറയുന്നത്, ഇങ്ങനെ വെച്ചായാൽ അവന് ഫീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും, എന്നാൽ ഒത്തിരി പുറത്തേക്ക് വരികയും ഇല്ലാത്ത കൂട്ടൊരു ടൈപ്പ് സംഭവമാണ് അവന് ഇടിയിച്ചേക്കുന്നത്. അങ്ങനെ എന്തൊരു കുഞ്ഞിക്കുട്ടി നിക്കറി ഇടിയിപ്പിച്ചേക്കണേന്ന് യശക്കുട്ടീനെ. യശക്കുട്ടി ഡയപ്പറിൽ നിന്ന് ഇറങ്ങാൻ പോവാന്ന്. ഐ യു റെഡി അല്ലേ? റെഡി അല്ലേ? ഓ ഇന്നലെ നമ്മൾ നേരത്തെ കിടന്നതുകൊണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞാൽ 10 മണി 11 മണി എടുത്താ കേട്ടോ. 10 മണി കഴിഞ്ഞായിരുന്നു കിടന്നപ്പം. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ഫ്രഷ് ഫീലുണ്ട്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആപ്പിൾ ഓട്സ് സ്മൂതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എന്തോരം ആണോ, ഇപ്പം നമ്മൾ 6 പേർക്കുള്ളത് വേണമല്ലോ. അപ്പം ഞാനുള്ള ഓട്സ് മൊത്തം ഇടുവാണ്. ഇതിനപ്പാണ് രാവിലെ കരയുന്നേ. അവന്റെ ടൂത്ത് ഫെയറിക്ക് വേണ്ടി വെച്ച പല്ല് ചക്ക എടുത്തോണ്ട് വേസ്റ്റ് കളഞ്ഞു. മാളുമാണ് വേസ്റ്റ് കളഞ്ഞ. ചക്കയും ജോണിക്കുട്ടിയും ഒരു റൂമിലെ ബെഡേലോട്ടോ കിടക്കുന്നത്, ഒരു ബെഡേലാണ്. അപ്പൊ ഇന്നലെ മാളുവിന് ചക്കയുടെ കൊടുത്തി കിടക്കണമായിരുന്നു. അപ്പൊ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജോൺകുട്ടിയുടെ പല്ല് ഇന്നലെ പറഞ്ഞല്ലോ, അവൻ അത് പൊതിഞ്ഞ് ടൂത്ത് ഫെയറിക്ക് വേണ്ടിയിട്ട് അവന്റെ പില്ലോടെ അടിയിൽ വെച്ചു. മാളുവിന് അതിന്റെ മേളിൽ കിടക്കാൻ പറ്റില്ല, അവന്റെ പല്ലല്ല അടിയിൽ. മാളു അതെടുത്തോണ്ട് വേസ്റ്റിലിട്ടു. അവൻ ടൂത്ത് ഫെയറിക്ക് വേണ്ടിയിട്ട് അവന് കോയിൻ കിട്ടുമെന്ന് കരുതി സ്വപ്നം കണ്ടു വെച്ച പല്ല് രാവിലെ ഒന്നും കാണുന്നില്ല. എന്ത് ചോദിച്ചു വേസ്റ്റ് കൊണ്ട് കളഞ്ഞത്. അതിന് കരഞ്ഞുകൊണ്ടുള്ളത് അല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ, വെസ്റ്റേൺ കൾച്ചർ ആണല്ലോ. അതായത് പല്ല് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് നമ്മൾ റാപ്പ് ചെയ്ത് പില്ലോടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങും ആ കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് രാത്രിയിൽ ടൂത്ത് ഫെയർ വന്ന് അതിന് കോയിൻ കൊടുക്കും. അതാണ് അതിന്റെ ഒരു സന്തോഷം. അപ്പം അതിങ്ങനെ ഓരോ പല്ല് പറയുമ്പോഴും അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ പറയായിരുന്നു നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള ടൂത്ത് ഫെയർ ഇച്ചിരി ലേറ്റ് ആണ്, പുള്ളിക്കാരിക്ക് ഒത്തിരി പല്ലുകൾക്ക് കൊണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ജോണിക്കുട്ടിയോട് പറയുമ്പോൾ ജോണിക്കുട്ടി ആ പല്ല് മിസ്സായ എന്റെ സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞു മിസ്സായത് സാരമില്ല, സ്റ്റിൽ പല്ലില്ലല്ലോ, അവിടെ തുളയല്ലേ, അത് ടൂത്ത് ഫെയറിക്ക് കാണാലോ, ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാലോ അവിടെ തുളയുള്ളത്. അപ്പൊ ഗിഫ്റ്റ് വെച്ചിട്ട് പോകുന്നേ, അതിന് പറയാവേണ്ട ആവശ്യമില്ലെന്നേ. അത് ഒടിക്കുകയും ചെയ്തോ? മാള് മൊത്തം അവിടെ പ്രശ്നമാണ്. മാളിന്റെ റൂമിൽ നിന്ന് ഇറക്കി കിട്ടോ. ജോണിക്കുട്ടിയുടെ ഹാർട്ട് ബ്രേക്ക് ആകാൻ വേറെ എന്തെങ്കിലും വേണോ? ജോണിക്കുട്ടി പല്ലിന്റെ സ്ഥലത്ത് കോയിൻ തപ്പി ചെന്നപ്പോ ടൂത്ത് ഫെയറിയുടെ ഒരു നോട്ട്, താങ്ക് യു എഫ്രൈൻ, ഐ ഡോണ്ട് ഹാവ് മച്ച് മണി, സോറി. ഒരു കല്ലെടുത്ത് കോയിന് ഒരു കല്ല് വെച്ചിട്ട് പോയോ? എന്റെ പൊന്നു ജോണിക്കുട്ടി. പക്ഷേ ഫെയറിയായിട്ട് പപ്പ വരൂടാ, ഈ ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് പുള്ളി വന്ന് ഡേറ്റ്സിനകത്ത് എടുത്തിട്ട് തന്നെ കഴിക്കും. ഇത് നമ്മള് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് കളയും കേട്ടോ. ആ എക്സ്ട്രാ വാട്ടർ കുറച്ച് കളയും നമ്മള്. ആപ്പിള് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നു. ഇനി ഡേറ്റ്സ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ എസക്കുട്ടി നമ്മള് അടുത്ത മൂത്രം ഒഴിക്കുന്ന ടൈം എപ്പോഴാന്ന് കണ്ടുപിടിച്ചു. കറക്റ്റ് 1 hour കഴിഞ്ഞപ്പോഴേക്കും അവന്റെ 8:15 ആദ്യം മാറ്റിയത്. എടാ എസക്കുട്ടി, നീ എവിടെയാ മൂത്രം ഒഴിച്ചിട്ടേ? ഡേറ്റ്സിന്റെ കുരു എടുത്ത് മാറ്റിക്കേപ്പാ. അപ്പൊ ആശാൻ ഇവിടെ ഈ സൈഡിൽ നിന്നിട്ട് അവന്റെ നിക്കറ് നനഞ്ഞു. അപ്പൊ പിന്നെ കൊണ്ടത് മാറ്റി നമ്മൾ ഡയപ്പർ തന്നെ ആക്കി. അപ്പൊ ഇനി 1 hour കൂടുമ്പോ നമ്മൾക്ക് അവനെ കൊണ്ട് ഇരുത്തിയാൽ മതി.
പിന്നെ നമ്മൾ ആളാം വീതം ഒരു 3 ഡേറ്റ്സ് വീതം ഇടുന്നുണ്ട്. പക്ഷെ ഒരു 12 മൊത്തം ഇപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറച്ച് സിന്നമൺ പൗഡർ അതിലിട്ടു. ഇനി നമ്മൾ ഓട്സും യോഗർട്ടൊക്കെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കും. ആൽമണ്ട് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ആൽമണ്ട് ചേർക്കണ്ട. പക്ഷെ നമ്മൾ ഫ്രഷ് ആൽമണ്ട് സോക്ക് ചെയ്തുകൊണ്ട് അതുകൂടെ ചേർത്തോട്ട് അരച്ചെടുക്കുന്നത്. കുറച്ച് ആപ്പിൾ നമുക്ക് ചോപ്പ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം, ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട്. കുതിർത്ത് വെച്ചേക്കണ ഓട്സ് കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. ആഡ് ചെയ്ത് ഒരുമിച്ച് അരച്ചെടുക്കുവാണ്. നമ്മൾ തൊലി കളഞ്ഞില്ല കേട്ടോ. തൊലിയോട് കൂടിയിട്ട് കുതിർത്ത ആൽമണ്ട് കേട്ടോ നമ്മൾ അരക്കുന്നത്. പിഞ്ച് സോൾട്ട് ചേർക്കും കേട്ടോ, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എവിടെ പുറത്ത് കാക്കിയില്ലല്ലോ. സ്ട്രോബെറിയുടെ പിന്നെ നെക്സ്റ്റ് മറ്റേ റാസ്ബെറിയുടെ എല്ലാം ഉണ്ടാക്കാം കേട്ടോ. തന്നെ എന്ത് ചെസ് കളിക്കുവാണോ? ബാ നമുക്ക് പാപ്പ തിന്നാൻ ബാ. പാപ്പ തിന്നാൻ ബാ. ജോണിക്കുട്ടി സ്മൂത്തി എങ്ങനെയുണ്ട്? ജോണിക്കുട്ടിക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത പോലത്തെ ഒരു ഫേസ് എക്സ്പ്രഷൻ ഞാൻ പെട്ടെന്ന് കണ്ടതാ ചോദിച്ചാൽ. എന്ത് സാധനം ഇവിടെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പം ഒരു നോർമൽ റിയാക്ഷൻ ആട്ടോ അത്. പിന്നെ അത് റിപ്പീറ്റഡ്ലി നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം മറ്റേ ബ്ലൂബെറി സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു. നമ്മൾ എന്തും അവരോട് ഉണ്ടാക്കി കൊടുത്തേക്കും ചോദിക്കും നല്ലതാണെന്ന് ചോദിക്കും. ചില ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമായി അവർ ഇഷ്ടമെന്ന് പറയുകയും ചെയ്യും. ഈവൻ പുതിയ സാധനമാണെങ്കിലും ഇത്രയും കൂടി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ കഴിച്ചോട്ടെ, ഞാൻ കഴിച്ചോട്ടെ. മോളെ കഴിച്ച സ്മൂത്തി പക്ഷെ നല്ലതാണല്ലോ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഡിഫറൻസ്. എന്തോ എല്ലാവർക്കും സെയിം നോക്കല്ല, അതല്ലേ ചോദിച്ചേ. പക്ഷെ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു അപ്പൊ പറഞ്ഞല്ലോ. എല്ലാ ദിവസവും കഴിക്കുന്ന സാധനമല്ല. മാള് ഇഷ്ടപ്പെട്ടോ? ആളിനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഫസ്റ്റ് ടൈം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നത് കൂടുതലും നമുക്ക് വലിയ ആൾക്കാർക്കായിരിക്കും ഇഷ്ടപ്പെടാൻ സാധ്യത. ഈ എന്റെ അമ്മ പിടിച്ചു പറിക്കാതെ കുട്ടി. ചീസ് വേണം കുഞ്ഞിന്. ചീസ് തന്നെ പിടിച്ച് മറക്കണം. അതെ ചീസ് പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് മാത്രം. പക്ഷെ ഇവരാരും ഇങ്ങനെ കുഞ്ഞിലെ ചീസ് തിന്നണ ഞാൻ കണ്ടിട്ടില്ല. ഇവ മാത്രമാണ് ഇത് ഇങ്ങനെ കുടിച്ചു നോക്കി. ചീസ് മതി. കൈയിട്ട് കളയത് അതെന്നാ കുടിക്കേ. കുടിക്കേ. ഓ അങ്ങനെ കുടിക്കാനായിരുന്നോ? പുള്ളി കപ്പിന്ന് തന്നെ കുടിക്കാം. മറ്റേ സ്മൂതി കപ്പ് കൊടുക്കുമ്പോഴാണ് ചിലപ്പോ പെട്ടെന്ന് ഒറ്റ മറച്ചു കഴിഞ്ഞാലൊന്ന് പേടിച്ചിട്ടാണ് കൊടുക്കാത്തത്. അതിനകത്തിക്കിടല്ലേ അതിന് ഇടാനുള്ളൊരു കറക്റ്റ് ഇടല്ലേന്ന് പറഞ്ഞത് ഇട്ടോണ്ടില്ല. അവനെല്ലാം മനസ്സിലാവാൻ കേട്ടോ. അല്ല ഒത്തിരി ഇട്ട് കൊടുക്കില്ല. അപ്പൊ പുള്ളി തിന്നു കഴിട്ടോ. അമ്പയ്ക്ക് യമ്മി ഗുഡ് ബോയ്. എന്റെ ആ കഴുത്തെ കിട്ടുന്ന സാധനം പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടമായ മോനെ. ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും ടേസ്റ്റ് ഇല്ല. കഴിച്ചു നോക്കാം, അത് നല്ലതാണ്, ഹെൽത്തിയാ. ട്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതൊക്കെ നോർമലാ. പക്ഷെ എന്ത് കരുതിയിട്ട് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള സാധനം, ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതായത് ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാല് വയറ് വേഗം മാത്രമുള്ള സാധനമുണ്ട്. ഒരു സർവിങ്സിൽ 355 കാലറി വരുന്ന പോലെയാണ് ഇതിന്റെ ഒരു ഇത്. ഇതോർണം കഴിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് വെയിറ്റ് ലോസിന് അത് ഒരെണ്ണം മതി. നോർമൽ ഇതിൽ കഴിക്കുമ്പം അതിൻ്റെ കൂടി സാൻഡ്വിച്ച് കഴിക്കണം, അങ്ങനെയൊക്കെ. ഇഷ്ടായോ? അതിന്റെ ഫ്ലേവേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.
ഒരു നമ്മുടെ റോസ്റ്റിംഗ് അല്ല ഒരു ഫ്ലേവർ. അതാ മറ്റേ ഇത് റോസ്റ്റ് ചെയ്തല്ലേ? സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറുകൂടെ കുടിച്ചു നോക്കിയോ? യസക്കുട്ടി എറിഞ്ഞു കളയില്ലാത്തത് ജസ്റ്റ് ആ ചീസ് മാത്രം. ബ്രെഡ് കിടന്നേക്ക് എറിഞ്ഞിട്ടേക്കുന്നു. എന്നാ ചീസായിരിക്കും, ചീസ് കൊടുക്കാനാ പറയുന്നത്. അതൊന്നും അല്ല, ചീസാണ്. ഒരു സന്തോഷമല്ല. ചീസ് ഇങ്ങനെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ചീസ് നല്ല എക്സ്പെൻസീവ് ആണ്, അതൊരു കുഴപ്പമാണ്. നല്ല കഴിക്കട്ടെ, വേറെ ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ സോൾട്ട് കുറവുള്ള ചീസാ വാങ്ങുന്ന. ഇപ്പൊ ഒത്തിരി സോൾട്ടേ അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സാൻഡ്വിച്ചിട്ട് കൊടുത്തില്ല. ഒരു ബൈറ്റ് എടുത്തിട്ട് അത് കുടിച്ചു നോക്കിയേ. വാങ്ങട്ട് ഇവരാരും ചീസ് കഴിക്കത്തില്ലായിരുന്നു. ചീസ് കഴിക്കുന്നത് നമ്മൾ പറയായിരുന്നു. ചീസിന് കൊണ്ട് വഴക്കുണ്ടായിരുന്നു. ഇനി വേണമെന്ന് അവിടെ ഇങ്ങനെ പാക്കറ്റോടെ കൊടുക്കാനാ പുള്ളി പറയുന്നത്. ഇരിക്കുന്ന ആ പാക്കറ്റ് കണ്ടോ, ആ ഫുൾ പാക്കറ്റോടെ അവന് കൊടുക്കാനാ പറയുന്നത്. നേരെ വായിലോട് വെച്ചിട്ട് വലിയ മനസ്സിലാ. കഴിച്ചോ കഴിച്ചോ. ഓ സന്തോഷായോ? പയ്യെ പയ്യെ പയ്യെ. കണ്ണിനകത്തൊക്കെ ചീസ് കയറ്റി വെച്ചേക്കട തമ്പുരാനെ. അവരെ കിട്ടുന്ന സന്തോഷത്തിൽ ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിലെന്ന് ഓർത്തിട്ടെ കിട്ടുന്നത് അങ്ങ് അപ്പടി മറ്റേ അണ്ണാറക്കണ്ണൻ സ്റ്റോർ ചെയ്യണമല്ലോ, സ്റ്റോർ ചെയ്യോ വായിക്കാത്ത. കഴിക്ക് വരെ കുടിച്ചു. 30 മിനിറ്റ്സും ഒരു 2 മിനിറ്റുമാണ് ജോൺ കുടിക്കുന്നുള്ളത്. അതായത് മൊത്തം നിൽക്കുന്നത് 40 മിനിറ്റ്സ് ഉണ്ട്. അതെങ്ങനെ ടുഗദർ ആയിട്ട് യൂസ് ചെയ്യുവാണോ അതെയോ എങ്ങനെ യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്തേക്കാം, പിന്നെ വലിയ എടുക്കാം. ഇന്ന് സ്ക്രീൻ ഫ്രീ ആയിട്ടിരിക്കാം. അതെ പറ. അപ്പൊ നീ പറ, ഞാൻ ചോദിച്ചില്ല നിന്നോട്. നിനക്ക് നെല്ലിക്കുമ്പോ മിനിറ്റിയാണോ വേണ്ടത്, കോൽമക്കുമ്പോ മിനിറ്റിയാണോ വേണ്ടത് ഞാൻ ചോദിച്ചില്ലേ? ടുഗദർ വേണം. ഓക്കെ ഫൈൻ. അപ്പൊ ഡിസൈഡ് ചെയ്യ, അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. 20 മിനിറ്റ്സ് ഇപ്പൊ യൂസ് ചെയ്യണം. ഓക്കെ. ജോൺകുട്ടിക്ക് ഇനി എത്ര ടൈം കൂടി ഉണ്ടെന്നറിയോ? ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും എത്ര മിനിറ്റ് തീരും ജോൺകുട്ടിയുടെ? നെല്ലിക്കുമ്പോ മിനിറ്റ്. ഇനി മീൻ നന്നാക്കിയിട്ട് വേണം. ചോറായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു, പരിപാടി നടക്കണം. അപ്പം അതിനിടയിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെസ്സ് കളിക്കണം അത്രേ. വേറെ ആരും ഇപ്പം കളിക്കാൻ കൂട്ടില്ല. അപ്പോൾ ഇപ്പം മമ്മയാണ് കൂടുതൽ. പോവാ, അതും വെച്ചോണ്ടാണ് പോണേ. മാളു നെറുകയില് വെള്ളം വീഴും. തൊപ്പി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മൂക്കിലോടെ വേദന എടുക്കണ പോലത്തെ പനി വരും. അത് മാള് തന്നെ സഫർ ചെയ്യേണ്ട ഒരു വേദന. പുറത്തിറക്കിയിട്ട എന്നാ സന്തോഷം നോക്ക്. ഇപ്പൊ എന്നെ കൂട്ടിന്ന് ഇറക്കിയിട്ട കിളിയെ പോലെ അത്രയും ഹാപ്പിയാ പുള്ളിക്ക്. എസ്കുട്ടീനെ ഞാൻ കഴിച്ചു കഴിഞ്ഞോടം വരെ ഞാൻ ഒരു സാലഡ് എടുക്കുമായിരുന്നു. അപ്പം ആ നേരം കൊണ്ട് അവൻ കണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ ഉറക്കാൻ പോവാ. എല്ലാം ഒരു വഴിക്കിട്ടിട്ട് ഞാൻ ഒരു സാലഡ് കഴിച്ചിട്ട് നേരെ ഇവനെ കൊണ്ട് കയറി കിടന്നു. കാരണം ഇവൻ ഭയങ്കര കരച്ചിലുമേ ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഉറക്കം വന്നിട്ട് ഇപ്പം പാൽ കുടിച്ച് ഞാൻ കൂടുതലുള്ളതുകൊണ്ട് പുള്ളി മാക്സിമം പാൽ കൂട്ടിയപ്പോൾ പരിപാടി. അപ്പം 1/2 അവർ പിള്ളേർക്ക് ഇത് കൊടുത്തു. എന്നിട്ട് ആ നേരം കൊണ്ട് കിടക്കുവാണ്. ഇനി എഴുന്നേറ്റ് എന്നു കഴിയുമ്പം ഇവൻ ഉറക്കഴിയുമ്പോൾ എഴുന്നേറ്റ് എന്നിട്ട് ബാക്കി മീൻകറി ഉണ്ടാക്കണം. അയ്യോ ചോറ് വാർത്തില്ലല്ലോ മാളു. ചോറ് പായസമായോ എന്നൊരു സംശയം മാളുവിനോട്
ചോറ് വെന്തുപോയി. അസക്കുട്ടീനെ ഞാൻ കൊണ്ട് കിടത്തി ഉറക്കിയിട്ട് അവൻ എഴുന്നേറ്റ് വന്നായിരുന്നു. അവന് ഉറക്കം ശരിയായില്ല. നമ്മൾ എന്നാ ചെയ്യാൻ പോണെന്ന് പറയട്ടെ, ഇന്ന് ചോറും കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം അയലമീനുണ്ട്. നമ്മുടെ നാട്ടിൽ അയലയും മാങ്ങയും തേങ്ങ അരച്ച് കറി വെക്കുകയല്ലേ. നമുക്കിവിടെ മാങ്ങയില്ല, പക്ഷെ മാങ്ങയെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല പുളിയാണ് ഈ റൂബാർബിന്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്ക് മാങ്ങയ്ക്ക് പകരം ഇട്ട് നമ്മൾ കറി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി മൂത്ത തണ്ടിന് നാര് കൂടുതലായിരിക്കും. അപ്പോൾ ഇച്ചിരി മൂപ്പ് കുറഞ്ഞാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ വലുത് എടുക്കാൻ പോവാം. ഇത് ബാക്കിയുള്ള നമുക്ക് ജാമാക്കാം. ഓണാണോ വെച്ചത്? അതെ. ഞാൻ ഒറ്റ തണ്ട എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ സാമൺ ഫിഷിൻ്റെ അകത്ത് ഇതിട്ടുണ്ടാക്കിയേ. അതിൻ്റെ അകത്ത് നിറം എനിക്ക് തോന്നുന്നു 3 സ്റ്റിക്ക് ചേർത്തായിരുന്നു. ഒയ്യോ, പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. മറ്റേ പുളിച്ചിട്ട് മുടിയൊക്കെ എഴുന്നേറ്റ് ഇരിക്കുമെന്ന് പറയില്ല, അതേ സെറ്റപ്പായിരുന്നു. ഇത് പൊരണം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ സ്കിന്ന് നമ്മൾ കളയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തെ ഫ്ലഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ നാട്ടിൽ ചേമ്പിൻ താളൊക്കെ ഇത് ചെയ്യുന്ന പോലെ, പക്ഷെ താളിന് പുളിയില്ലല്ലോ. ഇത് നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല കിടിലം പുളിയാണ്. ഇരുമ്പം പുളിയുടെ ഒക്കെ പുളിയില്ലേ, അത്രയും പുളിയുണ്ട് ഇതിന്. തേങ്ങയ്ക്കകത്ത് നമ്മൾ മഞ്ഞളും മുളകും കൂട്ടി അങ്ങ് അരച്ചു കേട്ടോ, നല്ല വെള്ളം പോലെ. എന്നിട്ട് ഇനി അത് ചട്ടിയിലിട്ട് തിളപ്പിച്ച് റൂബാർബ് കറക്റ്റ് ഒരു ബൗളുണ്ട്, നമ്മളിടും. കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, തേങ്ങയുടെ അരപ്പൊഴിക്കുന്നതിനപ്പുറം. എന്നിട്ട് തേങ്ങയുടെ അരപ്പൊഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കണ റൂബാർബ് ഇടാനാണ് പ്ലാന്. ആ കാണിച്ചു തന്ന അത്ര ഇതിൽ ഒഴിച്ച് കുട്ടി നമ്മ കാണിച്ചു തന്ന അത്രയും സൈസിൽ കട്ട് ചെയ്തോളാൻ. അത് ഓക്കെയാ. മിക്സി കഴുകി വെള്ളം കൂടി അങ്ങ് ഒഴിക്കാം. അപ്പം ഈ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി, ഉള്ളി, ഉള്ളിയില്ല പകരം സവോളയായിട്ട് നമ്മൾ ചതച്ച കുറച്ച് പച്ചമുളക്, അതും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ ഒന്നിച്ച് തിളപ്പിക്കാൻ പോവാം. കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ നമ്മൾ മീൻ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ലാസ്റ്റ് നമുക്ക് പാകം നോക്കിയിട്ട് ഉപ്പിടാം. ചതച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ, പച്ചമുളക് സവോളയും. ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള ഇട്ടു. അപ്പോൾ അതെല്ലാം ചതച്ചത് കൂട്ടിയിട്ട് നമ്മൾ തിളപ്പിക്കാൻ പോവാം, ഉപ്പിട്ട് തിളപ്പിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ റൂബാർബറിൻ്റെ പീസുകൾ ഇടുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് വെച്ചതാണ് മീന. ഇനി അത്യാവശ്യം ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് പറ്റി എണ്ണ വീഴണോടം വരെ തിളക്കട്ടെന്ന് വിചാരിക്കുന്നു. നല്ലതായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള കറി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ പൊടികളായിട്ടത് ഈ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളകും ഉപ്പും കൂടെ ആ മീനിൻ്റെ അകത്തൊരു ഇച്ചിരി പുരട്ടി വെച്ചതേ ഉള്ളൂ. ഇതിനകത്ത് വെളുത്തുള്ളി നമ്മൾ ചേർത്തില്ല, പകരം ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ചിടുക. ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുവന്ന സവോളയുടെ ഒരു പീസാട്ടോ ചതച്ചിട്ട്, കറിവേപ്പില ഉപ്പും ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രസമുണ്ട്. കടിയിനകത്ത് ഉലുവ പൊട്ടിച്ചിട്ടാണ് നമ്മൾ അരപ്പാദ്യം കണ്ടല്ലോ അതുപോലെ ഉണ്ടാക്കിയത്. പക്ഷേ ശരിക്കും ഒരു നാടൻ ഫ്ലേവറിലുള്ള നല്ല പുളിയുള്ള കറി. ആ ഒരു തണ്ടേ നമ്മൾ ഈ 1 കിലോ മീനിൻ്റെ അകത്ത് ചേർത്തോളൂ. അതിൽ നിന്നൊരു 5 പീസ് നമ്മൾ മാറ്റുള്ളൂ. 2ആയിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് മീനെടുത്ത് അതിന് ആ ഒരു തണ്ട് ചേർത്തപ്പോഴേക്കും നല്ല പുളിയായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് വാളംപുളിയോ തക്കാളിയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പുളിക്ക് നല്ല പുളിയുണ്ട് കറിക്ക്. അപ്പോൾ ചതച്ചത് ഞാനെടുത്ത് എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അടുത്ത് വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ വേണ്ട. ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കഴിച്ചിട്ട് പിള്ളേർ വേസ്റ്റ് ഇട്ടേക്കണത് കളഞ്ഞില്ല. ഏതാ അതൊക്കെ ഒത്തിരി ടൂ ബിഗ് ആവല്ല, ടൂ കുഞ്ഞുതും ആവല്ല. അത്യാവശ്യം അതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി തോരനും സെറ്റാക്കാൻ സമയം കൊണ്ട് പെട്ടെണ്ടടാ പയ്യെ ഞെക്കിയാൽ മതി. നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ഈ ചെറിയ ഷ്രിംസ് ഉണ്ടല്ലോ, അപ്പം അത് ചേർത്ത് അച്ചിങ്ങപ്പയർ തോരൻ വെക്കാൻ പറ്റും. അത് വെട്ടുമല്ല, അത് കട്ട് ചെയ്യുമായിരുന്നു. രണ്ടുപേരും കൂടി നല്ലതായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. മീൻ വറക്കാനായിട്ട് തിരുമ്മി വെച്ചു കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ച് ഇതിൻ്റെ അച്ചിങ്ങപ്പയറും മറ്റേ ഷ്രിംസും കൂടെ കൂടിയിട്ട് തോരനാക്കാന്ന് ഓർത്തു. കുറച്ച് ഫ്രോസൺ ചെമ്മീനാട്ടോ, ഷ്രിംസില്ലേ, അതുകൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇനി അങ്ങ് മൂടി വെച്ച് നല്ലതായിട്ട് മെഴുക്കുവരട്ട് പോലെ ആക്കിയെടുക്കും. എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മൾ ഒരുപാടങ്ങ് വേവിക്കുന്നില്ല, ഇത്രയൊക്കെ വെന്താൽ മതി. പിന്നെ മുഴുവനായിട്ടാണ് മുളകിട്ട്, അതുകൊണ്ട് എരിവില്ല കേട്ടോ, പിള്ളേർക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഉറപ്പിക്കണം. മഴ പെയ്ത് കഴിഞ്ഞ് ഇന്ന് നല്ല ക്ലൗഡിയാണ് അത്യാവശ്യം. കാത്തോ എന്തോ കാണിച്ചിരുന്നുണ്ട്. ഡയപ്പറൊക്കെ ഇട്ട് പുറത്തേക്ക് ഉറങ്ങാൻ കിടത്തിയതാ. ഉറക്കമില്ല, ഒന്നുമില്ല. ടാറ്റ. എന്താ കാക്കയാ? കാക്ക വീട്ടിൽ പോയി. പിന്നെ അവിടെ കാക്കയൊന്നും ഇല്ല. കാത്തു മഴയത്ത് കുറേ പൂക്കളൊക്കെ താഴേക്ക് പോയി. പക്ഷെ കൊള്ളാം. ചോറും കറിയും ഉടനെ റെഡിയാവും. എന്തോ ഇന്നലത്തെ വെതർ ഉണ്ടായിരുന്നു, ഇന്നത്തെ വെതർ തന്നെ അല്ലേ. ബട്ട് സ്റ്റിൽ പുറത്ത് കഴിക്കാനായിട്ട് നമുക്ക് സ്വെറ്ററൊന്നും വേണ്ട കേട്ടോ, മഴയാണെങ്കിലും ചൂടുണ്ട്. ഫെയർ കയറിയാ ലാസ്റ്റ്? ഫെയർ കയറിയിട്ട് കോയിൻ കിട്ടിയോ? 3 യൂറോ. 3 യൂറോയോ? ഫെയർ എന്തിനാ 3 യൂറോ തന്നെ? അറിയത്തില്ലേ? ഹാപ്പി ആയോ? രാവിലെ ഇപ്പോഴാണ് വന്നത്. എന്തോ കിട്ടിയിട്ടില്ല. 5 യൂറോ കിട്ടി. നമ്മുടെ റൂബാർബർ അയല തേങ്ങ അരച്ച കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എങ്ങനെയാ ടേസ്റ്റ് നോക്കിയോ? ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു. ഇനി ഈ ചായ കഴിച്ചിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ ഫേമസ് റൂബാർബർ അയല തേങ്ങ അരച്ചത്. എനിക്ക് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ ഇതാണ് എനിക്ക് അറിയേണ്ടത്. ചോറ് കൂടി പോയി. 2 തവി ഉള്ളൂ. എന്നാടാവേ കരയാതെ മുത്തേ, കരയല്ലേ. ഓ ചോറ് കൂടുതലാട്ടോ. എനിക്ക് മറ്റേ റൂബാർബറിന്റെ കറി കൂട്ടിയിട്ട് ഒരു ഉരുളി ചായ കഴിക്കലാണ് അറിയേണ്ടത്. എങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് എന്നുള്ളത്. മാങ്ങ ഇട്ടിട്ട് പുളിയുണ്ടോ? തേങ്ങ അരച്ച മാങ്ങ. തേങ്ങ അരച്ച മാങ്ങക്കറി പോലെ തോന്നിയോ? നല്ല കറി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലയാളം കിഡ്സ് സോങ് ഓൺ യൂട്യൂബ്. ചിക്കു കഴിക്കുന്നില്ലേ? എങ്ങനെയുണ്ട് ജോണിക്കുട്ടി? മീൻകറി കൂട്ടിയോ? കോക്കനട്ടിന്റെ കറി കൂട്ടിയിട്ടൊന്ന് കഴിച്ചിട്ട് എനിക്ക് 1 സ്പൈസിയാ. സ്പൈസിയാണോ? എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട് മാളു? മാളുകുട്ടി എങ്ങനെയുണ്ടാ? മീൻ കഴിച്ചോ? നല്ലതാണോ? മീൻ കഴിച്ചാ? വെള്ളം മാളും ജോണിക്കുട്ടിയും കേട്ടോ ഇപ്പൊ കളിക്കുന്നത്. ചക്കി മൂവ്മെന്റ് ഒക്കെ റെക്കോർഡ് ചെയ്തിരിപ്പുണ്ട്. ലഞ്ച് കഴിഞ്ഞ പിന്നെ ഒരു മൂവി കാണാന്ന് വിചാരിച്ചു. ഇങ്ങനെ കടയിൽ പോയിട്ട് വന്നാളൂ. ഇവർ കടയിൽ പോയി സ്നാക്കൊക്കെ മേടിച്ചോണ്ട് വന്നു. കുട്ടി ഉറങ്ങിയില്ലായിരുന്നു, ഇപ്പോഴാണ് അവനൊന്ന് ഉറങ്ങിയത്. ഞങ്ങൾ മൂവി കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കൊണ്ട് കുട്ടിക്ക് അത്താഴം തന്നതായി കാണുന്നത്. എത്ര തവണ അടിച്ചു വാരി ഇട്ടത്. ഇനി ഇത് അടിച്ചു വാരി കളഞ്ഞിട്ട് ചവിട്ടി തൂത്ത് എല്ലാം അടുത്തോടെ ആക്കും. നിമിഷ നേരം കൊണ്ട് കുട്ടി കാണിച്ചു വെച്ച പരിപാടിയായി കാണുന്നത്. കാത്തു എന്ന് വെച്ചാൽ കണ്ടോന്നാ. കണ്ടോന്നാണോ ചോദിക്കുന്നത് അസുക്കുട്ട? വെയിലൊക്കെ തെളിഞ്ഞു കേട്ടോ. പക്ഷെ 7:45 വൈകിട്ട്, രാത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ കാണാനില്ലേ? തപ്പി വന്നപ്പോ കാണുന്ന രൂപം ഇതാ. ഇത് എന്നെ എൻ്റെ അസുക്കുട്ടി കാണുന്നേ.
റസുക്കുട്ടിന്റെ പൊന്നെ കാണണം തലയില്. ആ കൊന്തയെല്ലാം പോവാണ് കൊച്ച. എന്റെ പിതാവ് ചിരിക്കാൻ മേല. മാളു ചക്കി ജോണിക്കുട്ടി TV ഒന്ന് പോസ് ചെയ്തിട്ട് ഓടി വന്നൊരു സൂത്രം കാണിച്ചാൽ ഓടി വാ. TV പോസ് ചെയ്തിട്ട് വാ. അവരെ വിളിച്ചോണ്ട് വാ. അവരെ വിളിച്ചോണ്ട് വാ. ഓ ആ യെസ് കൊന്തയില്ലോ വന്ന്. ഇന്ന് ഒത്തിരി നേരം നമ്മൾ ഇരിക്കുന്നില്ല കേട്ടോ. ഓഫ് ചെയ്തേരെ കിടക്കാൻ പോവാ. 10. പിള്ളേരാട്ട് അത്യാവശ്യം എല്ലാ പരിപാടികളും ഒതുക്കി വെച്ചത്. മാളു ആ ജനലക്കിലിരിക്കുന്ന എന്നാ സാധനം മാളു? അയ്യോ മതി, അതെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കേ. അതിൻ്റെ തന്നെതാ കടലയല്ലേ? ഇത് വിൻഡോയുടെ സൈഡിലൊക്കെ കയറ്റി വെച്ചെന്തിനാ? 10 മണി കഴിഞ്ഞു. ഇനി നമ്മൾ അതിൽ നേരം ഇരിക്കണം. ഇല്ല സാരമില്ല, ഉറങ്ങാൻ വേണ്ടിട്ട് റെഡി ആവാ. ഓക്കെ, അപ്പൊ നമ്മള് കിടക്കാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നാളെ കാണാം.